ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ Yamaha RX100ൻ്റെ കുറച്ച് അപ്ഡേറ്റ്സ് ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തന്നെ ഗൈസ്, വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മോട്ടോർ സൈക്കിൾ റിവ്യൂസും മോട്ടോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ചാനൽ എടുത്ത് വെക്കുന്നതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ സൈഡിൽ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മുടെ Yamaha ഇന്ത്യയുടെ ചെയർമാൻ കുറച്ച് നാൾ മുമ്പ് തന്നെ ഒഫീഷ്യലി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ Yamaha RX100നെ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് തിരിച്ചു കൊണ്ടുവരുമെന്നുള്ളത്. അപ്പം തിരിച്ചു കൊണ്ടുവരുമ്പോഴത്തേനും ഏകദേശം 2 വേരിയൻ്റിലായിരിക്കും ഒരു ബൈക്ക് ഇറങ്ങാൻ പോകുന്നത്. ഒന്ന് സ്പോക്ക് വീലോട് കൂടി ഇറങ്ങുന്ന മോഡലും ഒന്ന് അലോയ് വീൽസിൽ ഇറങ്ങുന്ന ഒരു മോഡലായിട്ടായിരിക്കും ഇറങ്ങുന്നത്. അപ്പം ഇതിൻ്റെ ലോവർ വേരിയൻ്റ്, അതായത് സ്പോക്ക് വീൽസോട് കൂടി ഇറങ്ങുന്ന മോഡലിന് ഏകദേശം 98,000 രൂപയായിരിക്കും എക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു എക്സ്ഷോറൂം പ്രൈസ് ആയിട്ട് വരുന്നത്. പിന്നെ അതിൻ്റെ ഹയർ വേരിയൻ്റ് വന്നിട്ട് ഏകദേശം 1,07,000 രൂപയാണ് നമ്മളിപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സ്ഷോറൂം പ്രൈസ്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾക്ക് ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലുള്ള R15 വേർഷൻ 4 ആണോ അതോ നമ്മുടെ RX100 ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മോട്ടോർ സൈക്കിൾ എന്നുള്ള കാര്യം ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ കമൻറ്റായിട്ട് ഇടുക ഗൈസ്. നമ്മുടെ RX100നെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ലെജൻഡ് മോട്ടോർ സൈക്കിളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ സൂപ്പർ ബൈക്സിനെക്കാളും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് കൂടിയിട്ട് നിൽക്കുന്നത് നമ്മുടെ RX100 തന്നെയാണ്. 2 സ്ട്രോക്ക് മോട്ടോർ സൈക്കിൾസിൻ്റെ ഒരു കിങ് ആയിട്ട് തന്നെയാണ് നമ്മൾ RX100നെ ഇപ്പോഴും കാണുന്നത്. അപ്പോൾ ഈ ഒരു ബൈക്ക് ഇറങ്ങിയ സമയത്ത് ഏറ്റവും ബെസ്റ്റ് പാർട്ടായിട്ട് നിന്ന കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒന്നാമത്തെ നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ബൈക്കിൻ്റെ ആക്സിലറേഷനാണ്. അതായത് RX100ൻ്റെ ഒരു ഫുൾ ഫോം പറയുകയാണെന്നുണ്ടെങ്കിൽ റേസിംഗ് എക്സ്ക്രോസ് എന്നാണ് ആ ഒരു RX100ൻ്റെ ഒരു ഫുൾ ഫോം വരുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള ആക്സിലറേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അന്നത്തെ യൂത്തിൻ്റെ ഇടയിൽ ഈ ഒരു ബൈക്കിന് ഭയങ്കര വലിയൊരു റെസ്പോൺസ് തന്നെയാണ് അന്നത്തെ യൂത്തിൻ്റെ ഇടയിൽ ഈ ഒരു ബൈക്കിന് കിട്ടിയത്. രണ്ടാമതൊരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബൈക്കിൻ്റെ ബോഡി വർക്ക്സ് ആണ്. അതായത് ഈ ഒരു ബൈക്കിൻ്റെ ടോട്ടൽ ഡിസൈനാണ് ആൾക്കാരുടെ ഇടയിൽ കൂടുതലായിട്ടും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള അടുത്തൊരു കാര്യം. അതായത് ആ ഒരു മിനിമലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബോഡി ഡിസൈനൊക്കെ ആൾക്കാരുടെ ഇടയിൽ ഭയങ്കര ഒരു അക്സെപ്റ്റൻസ് തന്നെ കിട്ടിയിട്ടുള്ളൊരു മോഡലായിരുന്നു. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബൈക്കിൻ്റെ കംഫർട്ടാണ്. ഒരു ഓവറോൾ റൈഡിങ് പോസ്റ്ററും കാര്യങ്ങളൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കംഫർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഒരു റൈഡറിന് കൊടുക്കുന്നതാണ്. ഒരു 100cc എഞ്ചിനാണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു കംഫർട്ടും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു ബൈക്ക് ഓടിക്കാനായിട്ടുണ്ട്. അടുത്ത് വരുന്നതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം, ഈ ഒരു ബൈക്കിൻ്റെ സൗണ്ട്. അന്നത്തെ കാലത്ത് യൂത്തിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു ബൈക്കിൻ്റെ സൗണ്ടാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ യൂത്തിൻ്റെ ഇടയിലും ഈ ഒരു ബൈക്കിൻ്റെ സൗണ്ടിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് തന്നെയുണ്ട്. അപ്പം എൻ്റെ ഒരു ടൈപ്പ് ഓഫ് ഡ്രീമാണ് നമ്മുടെ ഒരു RX100 എപ്പോഴെങ്കിലും എടുക്കണമെന്നുള്ള കാര്യം ഇപ്പം എൻ്റെ ഒരു ഡ്രീമാണ്. കാരണം എൻ്റെ അച്ഛൻ്റെയിലൊക്കെ RX100 ഉണ്ടായിരുന്നു. അപ്പം ഈ ഒരു ബൈക്ക് എപ്പോഴെങ്കിലുമൊക്കെ എടുക്കണമെന്നുള്ളത് എൻ്റെ ഒരു ഡ്രീമാണ്, ഒരു RX100 എടുക്കണമെന്നുള്ളത്. അപ്പം ഇതേപോലെ തന്നെ എന്നെപ്പോലത്തെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് RX100നെ ഇഷ്ടപ്പെടുന്ന, ആ ഒരു 2 സ്ട്രോക്ക് എഞ്ചിൻ ഇഷ്ടപ്പെടുന്ന. ഇപ്പം എന്തുകൊണ്ടാണ് നമുക്കൊരു പുതിയൊരു മോഡൽ RX100 ഇറങ്ങുമെന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇറങ്ങും എന്നുള്ള ന്യൂസും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് കേട്ട് കഴിഞ്ഞാൽ, കീവേ എന്ന് പറഞ്ഞ മോട്ടോർ സൈക്കിൾ അവർ SR125 എന്ന് പറഞ്ഞ മോഡൽ ഇറക്കിയിട്ടുണ്ട്. ഒരു പുതിയ മോട്ടോർ സൈക്കിളായിട്ട് അവർ ഇറക്കിയിട്ടുണ്ട്. ആ ഒരു ബൈക്കിന് എവിടെയൊക്കെ വന്നിട്ട് ഒരു RX100ൻ്റെ ടച്ചും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തൊരു ഫീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കീവേ എന്ന് പറഞ്ഞാൽ ആ മോട്ടോർ സൈക്കിൾ സത്യം പറഞ്ഞാൽ ആ ഒരു റെട്രോ റോഡ്സ്റ്റർ ലുക്കിൽ മോട്ടോർ സൈക്കിൾ ഇറക്കി ഇന്ത്യൻ മാർക്കറ്റിൽ പുഷ് ചെയ്യാൻ വേണ്ടിയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ Yamaha അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇങ്ങനെ ലാഗാക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവർ ആ ഒരു ടൈമിൽ RX100 ഇറക്കുമ്പോഴത്തേനും തീർച്ചയായിട്ടും അവർക്കൊരു വലിയ നഷ്ടം ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. കാരണം ഈ ഒരു ബൈക്ക് ഇറങ്ങാൻ പോകുന്നതിന് ഒരു 4 സ്ട്രോക്ക് 4 വാൾവ് എഞ്ചിനായിട്ടാണ് ഇറങ്ങുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ ഒരു മോട്ടോർ സൈക്കിൾ ഇന്ത്യൻ മാർക്കറ്റിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് അത്രയും നല്ലൊരു റിസൾട്ടായിരിക്കും മാർക്കറ്റിൽ നിന്ന് കിട്ടുക. അപ്പം ഈ ഒരു ബൈക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പറഞ്ഞ കണക്കിന് ഒരു 4 വാൾവ് 4 സ്ട്രോക്ക് എഞ്ചിനായിട്ടായിരിക്കും ഇറങ്ങുന്നത്. പിന്നെ നമുക്ക് 100cc അല്ലാതെ ഒരു 125cc ആയിട്ട് ഒരു 150cc മോട്ടോർ സൈക്കിളായിട്ട് ഇറങ്ങാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ നമുക്ക് ഈ ഒരു ബൈക്കിൽ വന്നിട്ട് ഒരു ഫ്യൂൽ ഇഞ്ചക്റ്റഡ് ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. സിഗ്വിൽസിൽ പറയുന്ന പ്രകാരം നമുക്ക് ഒരു LED ഡേ ടൈം റണ്ണിങ് ആയിട്ടുള്ളൊരു DRLസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ബൈക്കിൽ വരുന്നത്. ഇലക്ട്രിക്കലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഈ ഒരു ബൈക്കിൽ വരുന്നതായിരിക്കും. പിന്നെ മോസ്റ്റ് പ്രോബ്ലി നമുക്കൊരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റൽ ക്ലസ്റ്റർ ആയിരിക്കും ഈ ഒരു ബൈക്കിൽ വരുന്നത്. സസ്പെൻഷൻ വന്നിട്ട് ഒരു റിവേഴ്സ്ഡ് ആയിട്ടുള്ളൊരു സസ്പെൻഷൻ ആയിരിക്കും വരുന്നത്. ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷൻ തന്നെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ബൈക്കിനെ പറ്റി കിട്ടുന്ന ഇൻഫർമേഷൻസ്. അപ്പം ഞാൻ പറഞ്ഞ കണക്കിന് മോസ്റ്റ്ലി നമുക്കൊരു 150cc മോട്ടോർ സൈക്കിളായിട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു 125cc മോട്ടോർ സൈക്കിളായിട്ടായിരിക്കും ഇന്ത്യൻ മാർക്കറ്റിലോട്ട് ഈ ഒരു ബൈക്ക് കൊണ്ടുവരുന്നത്. ഒരു പ്രീമിയം കമ്മ്യൂട്ടർ സെഗ്മെൻറ്റിലായിരിക്കും ഈ ഒരു ബൈക്ക് ഇന്ത്യയിലോട്ട് കൊണ്ടുവരാൻ പോകുന്നത്. Yamahയുടെ ലൈനപ്പിൽ തന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ളൊരു മോട്ടോർ സൈക്കിളായിരിക്കും നമ്മുടെ RX100ൻ്റെ പുതിയ വേർഷൻ. അതായത് RX125 എന്നോ RX150 എന്നൊക്കെ ഉള്ളൊരു പേരിലായിരിക്കും ഈ ഒരു ബൈക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാൻ പോകുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം 1,25,000 to 1,50,000 രൂപയ്ക്ക് ഇടയ്ക്കാണ് നമ്മൾ ഈ ഒരു ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസും കാര്യങ്ങളൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ RX100ൻ്റെ
പുതിയ വേർഷൻ ഇറങ്ങാൻ പോകുന്നുള്ള കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു RX100നെ പറ്റിയും പുതിയ വേർഷനെ പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ അപ്ഡേഷൻസ് വരുത്തണോ അല്ലെങ്കിൽ എന്തെങ്കിലും വീഡിയോൻ്റെയൊക്കെ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലാണ് സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ് ബൂം.